മക്കളെ നമസ്തേ. നമ്മൾ ഹിന്ദിയുടെ ആദ്യത്തെ ചാപ്റ്റർ അതിന് 2 ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 3ാമത്തെ ക്ലാസ്സാണ് മാഷ് എടുക്കാൻ പോകുന്നത്. ബുക്ക് നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 10, പേജ് നമ്പർ 10 നമുക്കറിയാം ബീർ ബഹൂട്ടി. അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് മാഷ് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞുതരാം. 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു, ബേല ഓർ സാഹിൽ. 2 പേരും സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, കൊച്ചുകുട്ടികളാണ്. അവർക്ക് ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ഇൻസെക്ട്സ്, ആ പ്രാണിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കാലാവസ്ഥകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് കഥാകൃത്ത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അവർ 2 പേരും വെരി ക്ലോസ്, വളരെ घनिष्ठ मित्रता है दोनों बच्चों के बीच में. छोटे बच्चे हैं, एक बेला है, एक साहिल है, एक लड़का है, एक लड़की है. और इनकी मित्रता इतनी गहरी है. ഗഹരി എന്ന് പറയുന്ന അർത്ഥം മക്കളെ ആഴമുള്ളത്, ഡീപ്പ്, വളരെ ആഴമുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നാണ്, അവർ വരുന്നത് ഒന്നിച്ചാണ് ക്ലാസ്സിലിരിക്കുന്നത്, തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ആ ദുക്കാൻദാറിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നു. അയാളുമായിട്ടുള്ള ചെറിയൊരു സംഭാഷണം നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനുശേഷം കഥ മുന്നോട്ട് പോകും തോറും ക്ലാസ്സിൽ ഒരു പുതിയ മാസ്റ്റർജിയെ നമ്മൾ പരിചയപ്പെടുന്നു. അതായത് ഗണിത അധ്യാപകനായിട്ടുള്ള സുരേന്ദ്ര മാസ്റ്റർജി. ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നു. കുട്ടികളെ ഭയപ്പെടുത്തുന്ന ആളാണ്, കുട്ടികൾ കണ്ടാൽ പേടിച്ച് വിറയ്ക്കുന്ന ആളാണ്. മാത്രവുമല്ല എല്ലായ്പ്പോഴും ഈ നമ്മുടെ കുട്ടികൾക്ക് ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? PT പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ്. പറയുന്നുണ്ട് ഖേൽ ഗണ്ടിക്ക് ബാദ് ഹമേഷ, എല്ലായ്പ്പോഴും എന്ത് വരുന്നു? गणित का पीरियड आता है और सुरेंद्र मास्टर जी होता है गणित पढ़ाने के लिए अध्यापक. तो नॉर्मली बच्चे क्या करते हैं भाई, जब खेल घंटी होती है, PT पीरियड होती है, तो PT पीरियड के बाद बच्चे आराम से क्लास में आ जाते हैं. मतलब 2-3 मिनट लेट होकर के क्लास में आते हैं. जबकि यहाँ पर जो सुरेंद्र मास्टर जी का पीरियड है, सुरेंद्र मास्टर जी बच्चे ज़्यादा डरते हैं, इसलिए वो 2 मिनट पहले आकर के अपनी जगह बैठ जाते हैं. मतलब इतना डरते हैं उस मास्टर जी से. मास्टर പറയുന്നതിനർത്ഥം ഇത്രയും ഭയപ്പെടുന്നുണ്ട് കുട്ടികൾ. പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ, PT പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ ക്ലാസ്സിൽ വന്ന് അവർ എല്ലാവരും ഇരിക്കും. അങ്ങനെയുള്ളൊരു ഭീകരനാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഗണിത മാസ്റ്റർ സുരേന്ദർജി. ഇനി മാഷ് അതിന് ശേഷമുള്ള ഭാഗമാണ് മക്കളെ എടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ 10, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഫസ്റ്റ് പാരഗ്രാഫ് സി നോക്കാം. സുരേന്ദർ ജി മാസ്റ്റർ സാഹിബ് ഇസ് പീരീഡ് में कॉपी जांचते हैं. ഈ പീരീഡിൽ സാധാരണ സുരേന്ദ്ര മാസ്റ്റർ ചെയ്യുന്നത് കോപ്പി ജാഞ്ചത്തെ ഹേ. ജാഞ്ചിൻ്റെ അർത്ഥം മക്കളെ പരിശോധിക്കുക എന്നാണ്. കോപ്പി എന്നുള്ളതിൻ്റെ അർത്ഥം നോട്ട് ബുക്ക്. ഹിന്ദിയിൽ കോപ്പി എന്ന് പറയുന്നത് എന്തിനാണ്? നോട്ട് ബുക്കിനാണ് കേട്ടോ പറയുക, ടെക്സ്റ്റ് ബുക്കിനല്ല. കോപ്പി ജാഞ്ചത്തെ ഹേ, കോപ്പി ചെക്ക് ചെയ്യുന്ന പീരീഡാണ് അത്. जरा सा गलती पर बच्चों को इधर उधर फेंक देते थे. പിന്നെ പറയുന്ന ലൈൻ നോക്കിക്കോളൂ, ജറസ ഗൽത്തി അർത്ഥം മക്കളെ തെറ്റ്. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ കോപ്പിയിൽ എന്തു ചെയ്യും? ആ ബച്ചോങ്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ ഹേ, കുട്ടികളെ ഇധർ ഉധർ അവിടെ ഇടയ്ക്ക് ഫേങ്കിനെ വലിച്ചെറിയെന്ന് പറഞ്ഞാൽ കുട്ടികളെ പിടിച്ച് ഉന്തിക്കളയാണ്. കൊച്ചുകുട്ടികളല്ലേ, ഭയങ്കര ദേഷ്യമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. കോപ്പിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ മതി, കുട്ടികളെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേങ്കിനെ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക എന്നുള്ള അർത്ഥം. കുട്ടികളുടെ കോപ്പി അതുപോലെ തന്നെ കുട്ടികളേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി മാറ്റി കളയും മാസ്റ്റർജി. പിന്നെ എന്താ പറയുന്നത്? യാ ജാപ്പട് മാറണ ലക്തേ എന്താ മക്കളെ? ജാപ്പട് മാറണ അർത്ഥം കൈകൊണ്ടടിക്കുക എന്നാണ്. ജാപ്പട് മാറണ അർത്ഥം കൈകൊണ്ടടിക്കുന്നതിനെ ജാപ്പട് മാറണ. കാലുകൊണ്ട് തൊഴിക്കുന്നതിന് നമ്മൾ പറയല്ല ലാത്ത് മാറണ. എന്താ പറയുക? ലാത്ത് മാറണ, കാൽ കൊണ്ട് അല്ലെങ്കിൽ തൊഴിക്കുക. ലാത്ത് മാറണ എന്ന് പറഞ്ഞാൽ തൊഴിക്കുക എന്നർത്ഥം. ജാപ്പട് മാറണ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ലട്ടിയാണ് കേട്ടോ. അപ്പോൾ പറയാണ്. അല്ലെങ്കിൽ മാഷ് എന്ത് ചെയ്യും? കോപ്പി വലിച്ചെറിയും, കുട്ടികളെ തള്ളും, അല്ലെങ്കിൽ അവരുടെ അടിക്കും അവരെ കൈ കൊണ്ട്. ഓർ ഉൻക ഹാത്ത്, ഈ മാസ്റ്റർജിയുടെ കൈ ഉണ്ടല്ലോ, ഹാത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ കൈയാണ്. ഹാത്ത് കൈ, ഹത്തേലി പാം, ഉള്ളം കൈ. ഹത്തേലി അർത്ഥം ഉള്ളം കൈ, ഹാത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം കൈക്കാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കോളും. ജാപ്പട് മാറൻ ലഗ്തേ ഉൻക ഹാത്ത് ചലനാ ശുരു ഹോത്താ. ഒരു പ്രാവശ്യം ഈ മാഷയുടെ കൈ അങ്ങ് ചലിക്കാൻ തുടങ്ങിയാലോ
രുക്ന ഭൂൽ ജാത്താ താ. ഭൂൽന അർത്ഥം മക്കളെ മറക്കുക. ഭൂൽ മറവി. ഭൂലർത്ഥം മറവി. കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ കൈ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ മറന്നുപോകും. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കണ്ടിന്യൂസ്ലി സ്ലാപ്പിങ്, തുടർച്ചയായിട്ട് കുട്ടി അടിച്ചുകൊണ്ടേയിരിക്കും മാഷ്. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണെന്ത് സുരേന്ദ്ര മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പീരീഡാണ്. കുട്ടികൾ, ചിൽഡ്രൻ വർ ഓൾറെഡി പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാഷ് ആകെ ഒരു രൂപം നമുക്ക് മനോഹരമായിട്ട് തന്നു കഴിഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ മക്കളെ. അങ്ങനെ ഏക് ദിൻ, കഥ പറയും അങ്ങനെയാണല്ലോ, ഒരു ദിവസം എന്ന് പറഞ്ഞേ തുടങ്ങാം പലതും. അപ്പം പറയും ഏക് ദിൻ, ഒരു ദിവസം സുരേന്ദ്രജി മാസ്റ്റർ സാബിനെ ബേലാക്കെ ബാലോമേ പഞ്ചാ ഫസായ. അങ്ങനെ ഒരു ദിവസം മക്കൾ എന്ത് ചെയ്തു? സുരേന്ദ്ര മാസ്റ്റർജി ക്ലാസ് ഗണിത അധ്യാപകമാണ്, ക്ലാസ് ലരഹാത്ത ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേലാക്കെ ബാലോമേ, ആ നമ്മുടെ പെൺകുട്ടി ബേലയുടെ ബാലാർത്ഥം മക്കളെ മുടിയിൽ പഞ്ച എന്ന് പറയുന്നത് ഇതാണ്. പഞ്ചഗുസ്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഭാഗമാണേ. അപ്പോൾ കൈ വിരൽ കടത്തി മുടി കൂട്ടിപ്പിടിച്ചു. കൊച്ചുകുട്ടിയാ, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ. ആ കുട്ടിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു മാഷ്. എന്നിട്ടോ പഞ്ചാ ഫസായ. पर शायद जिस गलती को पाकर वो उसका बाल पकड़कर फेंकने वाले थे, शायद ഒരു പക്ഷേ ജിസ് ഗൽത്തി കോ പാക്കർ, ഏത് തെറ്റിനെ കണ്ടിട്ടാണോ ഈ സുരേന്ദ്ര മാസ്റ്റർ അവളുടെ മുടി പിടിച്ച് ഫേങ്കിനെ വല അങ്ങനെ വലിച്ചെറിയാൻ നോക്കുക. വഹ ഗൽത്തി തിഹി നഹി, അത് സത്യത്തിൽ തെറ്റായിരുന്നില്ല. അവളെ കോപ്പിയിൽ എന്തോ ഒരു തെറ്റ് കണ്ടുപിടിച്ചിട്ടാണ് അവളുടെ മുടിയിൽ കുത്തിപ്പിടിക്കാൻ നോക്കിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്തായിരുന്നില്ല? കോയി ഗൽത്തി ഹി നഹി തീ. ഗൽത്തി അർത്ഥം മക്കളെ തെറ്റ്, ഓപ്പോസിറ്റ് സഹി, ശരി. യഥാർത്ഥത്തിൽ അതൊരു തെറ്റായിരുന്നില്ല. അയാൾ മാഷ് കണ്ടതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാ, തോന്നി തെറ്റാന്ന് തോന്നി. അതൊന്ന് വീണ്ടും നോക്കാനുള്ള മനസ്സ് പോലും ആ മാസ്റ്റർജിക്ക് ഉണ്ടായില്ല. അദ്ദേഹം തെറ്റെന്ന് ഏകദേശം തോന്നുമ്പോഴത്തേക്കും മുടിയിൽ കൈ കുത്തിപ്പിടിച്ച് കുട്ടിയെ വലിച്ചെറിയാൻ നോക്കി. ലേക്കിൻ വോ ഗൽത്തി നഹി ഥേ, പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റായിരുന്നില്ല. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും മക്കൾ. ഉന്നോനെ ബേലാക്കോ ഛോഡ് ദിയ. അപ്പോൾ രണ്ടാമത് ആളൊന്ന് നോക്കിയ സമയത്ത് തെറ്റെല്ലാം തോന്നി, ബേലാക്കോ ഛോഡ് ദിയ. പക്ഷേ ചെയ്യേണ്ടത് ആദ്യം ചെയ്തു കഴിഞ്ഞു. ഹി ഓൾറെഡി ഗീവ് ദ പണിഷ്മെൻറ്റ്സ്. ഓൾറെഡി പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. മുട്ടി കുത്തിപ്പിടിച്ച് കുട്ടികളെ മുന്നിലൊക്കെ വെച്ചിട്ട് വലിച്ചെറിയാൻ നോക്കി. ഒന്നുകൂടെ നോക്കുന്ന സമയത്താണ് തെറ്റില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ കുട്ടിയെ വിട്ടു. ചോദ്യ ഒഴിവാക്കി. ബേലാക്കെ ഭയഭീത് ചെഹരയ്ക്കു തേക്കർ, കൊച്ചുകുട്ടിയാ മാഷ് പറഞ്ഞില്ലേ. ബേലാക്ക ഭയഭീത് ചെഹരാർത്ഥം മക്കളെ മുഖം. ആ കുഞ്ഞിൻ്റെ ഭയപ്പെട്ടുള്ള മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തര ഡർ ഗയേ ഥേ. അവളുടെ കൂട്ടുകാരൻ സാഹിൽ കൂടാതെ മറ്റുള്ള എല്ലാ ക്ലാസ്സിലെ കുട്ടികളും എന്തായിട്ടുണ്ട്? ബുരി തര ഡർ ഗയേ ഥേ. ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചു പോയി കുട്ടികളൊക്കെ. ഭീകരമായ അവസ്ഥ ക്ലാസ്സിൽ. എന്നിട്ടോ ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അബി ബി കാംപ് രഹേ ഹൈ. സാഹിൽ നോക്കുന്ന സമയത്ത് എന്താ മക്കളെ അവസ്ഥ? ബേല കി പാവ് എന്ന് പറഞ്ഞാൽ കാലുകൾ, അബീബി ഇപ്പോഴും എന്താണ്? കാംപ്രാർത്ഥം ഷിവറി, വിറയ്ക്കുന്നുണ്ടായിരുന്നു. जिस गलती को पाकर मास्टर जी सुरेंद्र मास्टर जी ने बेला के बालों में पंजा फंसा कर उसको फेंकने वाले थे, तब तक उसको समझ में आ गया इसमें कोई गलती नहीं है, छोड़ दिया, चलो कोई बात नहीं. लेकिन बच्चा तो डरा हुआ है बुरी तरह. सारे क्लास के बच्चे डरे हुए हैं. और साहिल देखा तो बेला की पाव अभी भी कांप रहे हैं. ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ കാലിങ്ങനെ പേടി കൊണ്ട് വിറച്ചിരിക്കുകയാണ്. ജൈസേ വോ ഖടേ ഖടേ അബി അബി ഗിർ ജായേഗി. അവന് തോന്നി അവളിപ്പം നിന്ന നിപ്പിൽ, ഖടേ ഖടേ എന്ന് പറഞ്ഞാൽ നിന്ന നിപ്പിൽ, ഗിർ ജായേഗി എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ? താഴെ വീണു പോകും. കുട്ടി വിറച്ചിട്ട് താഴെ വീണു പോകുമെന്ന് സാഹിലിന് തോന്നി. അത്രയും വിറച്ചു പോയിട്ടുണ്ട് കുട്ടി. എന്തായിട്ട് പോലും ഈവൻ ദോ ഷി ഡിഡ്ന്റ് ടേക്ക് എനി മിസ്റ്റേക്ക്, യാതൊരു മിസ്റ്റേക്ക് കുട്ടി ചെയ്തിട്ടില്ല. ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടില്ല. എന്തോ ഒരു തെറ്റുണ്ട് എന്ന് ഏകദേശം തോന്നുമ്പോഴത്തേക്ക് എന്നെ ചാടി കയറാൻ തുടങ്ങി കുട്ടിയുടെ മകളിൽ.
അങ്ങനെ ക്ലാസ് മൊത്തം ഭീകരാവസ്ഥയിലാണുള്ളത്. മാത്രവുമല്ല നമ്മുടെ സാഹിൽ നോക്കുമ്പോൾ അവനും പേടിച്ചിരിക്കുകയാണ്. സാഹിൽ നോക്കുന്ന സമയത്ത് ബേലയുടെ കാലുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് തോന്നി ഖടേ गिर जाए, ഇപ്പം താഴെ വീഴും. സുരേന്ദ്ര ജി മാസ്റ്റർ സാമനെ കാപ്പി കോ ഉസ്കി बैठने का जगह फेंकते हुए कहा. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന സുരേന്ദ്ര മാസ്റ്റർ എന്ത് ചെയ്തോ, കാപ്പിക്ക് ഉസ്കി बैठने की जगह पर, അവൾ ഇരിക്കുന്ന സ്ഥലം, बैठना മക്കൾ बैठना ഇരിക്കുക, ഓപ്പോസിറ്റ് ഖടേ ഹോന എഴുന്നേൽക്കുക. ഓക്കെ, അപ്പോൾ അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കാപ്പിക്കോ ഫേങ്ക് ദിയ മാസ്റ്റർ. അവളിരിക്കുന്ന ഏത് സ്ഥലത്ത്, ഏത് ബെഞ്ചിലാണോ കുഞ്ഞിരുന്നത്, ആ കുട്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാഷ കോപ്പി വലിച്ചെന്ന് എറിഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്, ബൈഠപ്പനെ ജഗപ്പൻ, യേശോനെ കണ്ട് വിറക്കുക, ബൈഠപ്പനെ ജഗപ്പൻ, ജോ ബൈഠ ജോ അപ്പനെ ജഗപ്പൻ. ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കി പറഞ്ഞു, പോയിരിക്കേ, തൻ്റെ സ്ഥലത്ത് പോയിരിക്കേ എന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞു. എന്ത് ചെയ്തിട്ടില്ല കൂടി, ആ കുഞ്ഞ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. കോപ്പിയിൽ എഴുതിയ ശരിയാണ്, നോട്ട് ബുക്കിൽ എഴുതിയ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. ക്ലാസ് ആകെ ഭീകരമായി ഭയഭീതായിട്ടിരിക്കുകയാണ്. और साहिल भी डरा हुआ है और सारे बच्चे डरे हुए हैं और बेला तो बुरी तरह डरी हुई है, उसके पाँव कांप रहा है, जैसे लगता है बेला अभी अभी गिर जाएगी, ഇപ്പം വീണു പോകും എന്ന് തോന്നുന്ന പോലെ മാതിരിയുടെ അവസ്ഥ. അപ്പം ആ ഒരു അവസ്ഥ നമുക്ക് വളരെ മനോഹരമായി ചിത്രീകരിച്ചു കഴിഞ്ഞു. बेला का मन बहुत खराब हो गया. മക്കളെ നോക്കൂ, മൻ അർത്ഥം മനസ്സ്. ബേല ക മൻ, ബേലയുടെ മനസ്സ് ഈ ഇത് കാര്യത്തിന് ശേഷം എന്തായി, ബഹുത് ഖറാബ് ഹോ ഗയ. മോശമായി എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ, എവിടെ എടുക്കാം, വിഷമമായി, സങ്കടമായി. ബഹുത് ദുഃഖ പഹുഞ്ചി ഉസ് ഛോട്ടി ബച്ചിക്കോ, ആ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ദുഃഖം വന്നു. അവൾ മനസ്സ് പറയുകയാണേ മക്കളെ നോക്കിക്കോളൂ, എന്താ പറയുന്നത്, അപ്പനെ മൻ മേ കഹ രഹി ഹൈ, അവളുടെ മനസ്സ് പറയാണ്, മാസ്റ്റർ സാബ് ചാഹെ മുझे पीट लेता, अगर മാസ്റ്റർ സാബ് ചാഹത്താ ഹൈ തോ മുझे पीट लो. മാസ്റ്റർ ജിക്ക് എന്നോട് എത്രയും ദേഷ്യമുണ്ട്, എന്നെ അടിച്ചോട്ടെ. പീട്ടിനടുത്ത് മക്കളെ അടിക്കുക, പീട്ടിനെ അടിക്കുക കേട്ടോ. ഓക്കെ, മഗർ പക്ഷേ സാഹിൽ കെ സാമനെ നഹി, പക്ഷേ എന്നെ അടിച്ചോട്ടെ മാഷ്, പക്ഷേ ആരുടെ മുന്നിൽ വെച്ച് അടിക്കരുത്, സാഹിലിൻ്റെ മുന്നിൽ വെച്ച് അടിക്കരുത് എന്നവൾ മനസ്സിൽ തന്നെ പറയാം. എന്നെ വേണ്ടി അടിച്ചോട്ടെ, കുഴപ്പമില്ല, കാരണം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടുള്ള സാഹിലിൻ്റെ മുന്നിൽ വെച്ച് ഒരു അപമാനഭാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കുഞ്ഞിന് തോന്നുന്നു, അവൾ പറയുന്നു, മാഷ് വേണമെങ്കിൽ എന്നെ അഗർ ചാഹത്തായ മാസ്റ്റർ ജീത്തോ മുझे പീട്ടില്ല, മാഷക്ക് ആഗ്രഹമാണെങ്കിൽ എന്നെ അടിച്ചു പൊട്ടിച്ചോട്ടെ, പക്ഷേ ആരുടെ മുന്നിൽ ചെയ്യരുത്, സാഹിൽ കെ സാമനെ നഹി കർനാ ചാഹിയെ. കാരണം വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മെഹസൂസ് കർ രഹി थी. അവൾ സാഹിലിൻ്റെ മുന്നിൽ ഷർമിന്ദ മെഹസൂസ്, നാണം കെട്ടുപോവുക, അപമാനിതയായിപ്പോയി. കൊച്ചുകുട്ടികളാണ് എങ്കിലും അവർക്ക് എന്തുണ്ട്, മാനവും അഭിമാനവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. കുഞ്ഞുങ്ങൾ അപമാനിക്കരുത്, അതാ പറയുന്നത്, എന്നെ അടിച്ചോട്ടെ, പക്ഷേ എൻ്റെ സുഹൃത്തായ സാഹിലിൻ്റെ മുന്നിൽ വെച്ച് അടിക്കാൻ പാടില്ല. ഭയങ്കര സങ്കടമായി അവൾക്ക്. ക്യോങ്കി വോ ജാൻതി തീ, അവൾക്കറിയാമെന്ത്, കി വഹ് സാഹിൽ കെ നജർ മേ ബഹുത് അച്ചി ഹൈ, സാഹിലിൻ്റെ കാഴ്ചയിൽ, സാഹിലിൻ്റെ കണ്ണിൽ ബേല എന്ന് പറയുന്ന അവൻ്റെ സുഹൃത്ത് എങ്ങനെയുള്ളവളാണ്, ബഹുത് അച്ചി ഹൈ, നല്ല കുട്ടിയാണ്, ഒരു തെറ്റും ചെയ്യാത്ത, നല്ല പഠിക്കുന്ന നല്ല കുട്ടിയാണ് അവളെയാണ് അടിച്ചത് മാഷ്. അതുകൊണ്ട് അവൾക്ക് ദുഃഖം കൊണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. നല്ല പരിചയമുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് അബദ്ധം എന്തെങ്കിലും പറ്റിയാൽ എന്താ സ്ഥിതി, ഭയങ്കര മോശമായിരിക്കും. ഉദാഹരണം, നിങ്ങളൊരു സൈക്കിളിൽ പോവുകയാണ്, നല്ല ചളിയിൽ നല്ല സുഖമായിട്ട് വീണു എന്നിരിക്കട്ടെ, നമ്മൾ ആദ്യം എന്താ ചെയ്യുക, കാലിൻ്റെ മുറിവല്ല ശ്രദ്ധിക്കുക, മറിച്ചോ സൈക്കിൾ നേരെയാക്കിയിട്ട് ചുറ്റും നോക്കും, ആരെങ്കിലും കണ്ടോ എന്ന്. പരിചയമുള്ള ആൾ കണ്ടാലോ പോയി തീർന്നു. അഥവാ ആരും കണ്ടിട്ടില്ല എങ്കിലോ സുഖമായിട്ട് സൈക്കിളെടുത്ത് ഓടി പോകും. അതേ ഒരവസ്ഥയാണ്. കുട്ടി ഒരു അപമാനിതമായി, ബഹുത് ഷർമിന്ദ ഹോ ഗൈ, വളരെ സങ്കടം വന്നു അവൾക്ക്. കൊച്ചു കുട്ടിയാണ്. പിന്നെയോ പിന്നെ പറയുന്ന മക്കളെ, അച്ഛി തീ ജബ് ഉസ്കെ പാസ് ആക്കർ ബൈഠി, അങ്ങനെ അവൾ മെല്ലെ സാഹിലിൻ്റെ അടുത്ത് വന്ന് ഇരുന്നപ്പോഴോ ഉസ്സെ നസർ നഹി മില പായി. എന്താ മക്കളെ നസർ, കാഴ്ച മാഷ് നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സാഡ്നെസ് ഓർ ഷെയിം,
ദുഃഖം കൊണ്ടോ സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ അപമാനിതയായതുകൊണ്ടോ എന്തെന്നറിയില്ല, അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. കൊച്ചുകുട്ടിയാണ്. ഈവൻ ദോ ഷീ നെവർ ഡിഡ് എനി മിസ്റ്റേക്ക്, യാതൊരു മിസ്റ്റേക്ക് അവൾ ചെയ്തിട്ടില്ല. എന്നിട്ടും ഷീ ഗോട്ട് എ പണിഷ്മെൻറ്റ് ഫ്രം ദ മാസ്റ്റർജിയിൽ നിന്ന് പണിഷ്മെൻറ്റ് വാങ്ങി, യാതൊരു തെറ്റും ചെയ്യാതെ. ഭയങ്കര സങ്കടമായി. ചുരുക്കി പറഞ്ഞാൽ കുട്ടിക്ക് ആകെ ഭയങ്കര സങ്കടമായി. അവൾ चिंतिക്കാൻ തുടങ്ങി. अगर मास्टर जी चाहते तो मुझे पीट लेता, लेकिन साहिल के सामने ही नहीं, क्योंकि साहिल मेरे बहुत अच्छा दोस्त है और उसके सामने मास्टर जी ने मुझे बालों में पंजा फंसाया. അവൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്, മൊത്തം കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണ് മാസ്റ്റർ ഇത് ചെയ്തത്. ഭയങ്കര സങ്കടമായി. അവനെ നേരെ നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ആ ഒരു ക്ലാസ്സിലുള്ള ഒരു എപ്പിസോഡ് മക്കളെ അവസാനിക്കുകയാണ്. ക്ലാസ്സിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ചൊക്കെ കഥാകൃത്ത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. മോർ ഓവർ ഹി ഗീവ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മാസ്റ്റർ ജി, മാത്തമാറ്റിക്സ് മാസ്റ്റർ ജി, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, സുരേന്ദർ മാസ്റ്റർ ജിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. ദ ബിഹേവിയർ ഓഫ് ദാറ്റ് മാസ്റ്റർ ജിയുടെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ് മക്കളെ, ദീപാവലിക്ക് ചുട്ടിയോ കെ ബാദ്. അങ്ങനെ ക്ലാസ് ഇങ്ങനെ പോവാണ്. ദീപാവലിക്ക് ചുട്ടി, അങ്ങനെ ദീപാവലി വന്നു. സാധാരണഗതിയിൽ ദീപാവലിക്ക് ചുട്ടി അർത്ഥം മക്കളെ ലീവ്. ചുട്ടി, ചാ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണേ. ചുട്ടി, ലീവ്. ബാദ് സ്കൂൾ ഖുല, വീണ്ടും സ്കൂൾ തുറന്നു. ദി സ്കൂൾ വൺസ് അഗെയിൻ, ദി സ്കൂൾ റീ ഓപ്പൺഡ് ആഫ്റ്റർ ദ വെക്കേഷൻ ഓഫ് ദീപാവലി. ദീപാവലി की छुट्टियों के बाद फिर स्कूल खुला तो बेला के सिर पर सफ़ेद बट्टी बांधी थी. അങ്ങനെ ദീപാവലി വന്നു, അതിൻ്റെ അവധി കഴിഞ്ഞു, സ്കൂൾ വീണ്ടും തുറന്നു. നമുക്ക് ഓണം വെക്കേഷനല്ലേ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ദീപാവലി വെക്കേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞു, വീണ്ടും ക്ലാസ്സൊക്കെ തുടങ്ങി. ആ സമയത്ത് ബേല വന്ന സമയത്ത് എന്താ കാണുന്നത് മക്കളെ, ശ്രദ്ധിച്ചോളൂ. ബേലാക്കെ സിർ പർ സഫേദ് പട്ടി ബാന്ധി തി. അവളുടെ തലയിൽ വെള്ള നിറത്തിലുള്ള പട്ടി, അർത്ഥം ബാൻഡേജ്, കെട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് മക്കളെ, കേട്ടോ. അപ്പം വെള്ള ബാൻഡേജ് തലയ്ക്ക് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടുണ്ട്. കോയൂസെ, കുഞ്ഞു മക്കളാണേ, നിങ്ങൾ ഭയങ്കര വലുതായി, പക്ഷേ ഒന്ന് താണു നിന്നാൽ എന്നാലേ നല്ല രസം ഉണ്ടാവും. കോയൂസെ, അപ്പോൾ കുട്ടികൾ തമ്മിൽ എന്ത് ചെയ്യാൻ, ഹോയ് 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 സഫേദ് പട്ടി വാലേ. കുട്ടികൾ പറയാൻ, ഓ വെള്ളക്കെട്ടുകാരി വന്നല്ലോ, വെള്ളത്തലയെക്കെട്ട് വന്നല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങി. തോ കോയി സുൽത്താന ഡാക്കു. കോയി ഡാക്കു അർത്ഥം മക്കളെ കൊള്ളക്കാരൻ. സുൽത്താന ഡാക്കു അർത്ഥം അതിൻ്റെ സ്ത്രീലിംഗം കൊടുത്തോളൂ, കൊള്ളക്കാരി. ഓ നമ്മളെ കൊള്ളക്കാരി വന്നോ. കാരണം കൊള്ളക്കാരി എന്ന് കുട്ടികൾ പറയാനൊരു കാരണമുണ്ട്. മക്കളൊക്കെ കണ്ടിട്ടുണ്ടാകും, പഴയ ഹിന്ദി സിനിമയിലൊക്കെ എല്ലാ വില്ലന്മാർക്കും തലയൊരു കെട്ടുണ്ടാവും, മുഖത്തൊരു ഉണ്ണി, തോക്കിൻ്റെ ഉണ്ട ഇങ്ങനെ തൂക്കിയിട്ട്, അങ്ങനെയൊക്കെയുള്ളൊരു അപ്പിയറൻസാണ് വില്ലന്മാരെ കുറിച്ചുണ്ടാവുക, കൊള്ളക്കാരെ കുറിച്ചൊക്കെ ഉണ്ടാവുക. പൊട്ടാത്ത തോക്ക് ഒക്കെ ആയിട്ട് കപ്പട മീശ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സംഭവം കണ്ടപ്പം കുട്ടികൾ വിളിച്ച് പറയുന്നു, ഓ എന്താ പറയുന്നത്, സുൽത്താന ഡാക്കു ആകി. കണ്ടോ, കൊള്ളക്കാരി വന്നു. तो कुछ बच्चे कह रहे थे और कुछ कह रहे थे सफ़ेद पट्टी वाले आ गई എന്ന് പറയുന്നു. കാക്കർ ചിടാ രഹേ थे. എന്താ മക്കളെ ചിടാന, കളിയാക്കുക, ദേഷ്യം പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്നു. ചിടാന, ദേഷ്യം പിടിപ്പിക്കുക. അങ്ങനെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി. 5ാം ക്ലാസ്സിലുള്ള കുട്ടികളാണ്, മറന്നുപോയത്. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിന് ശേഷമോ, അപ്പോൾ അവൾ വന്നു, ദീപാവലിയുടെ ലീവ് കഴിഞ്ഞിട്ടാണ്. The school reopened after the vacation of ദീപാവലി വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ കുട്ടി കയറി വരുന്നു, അവളുടെ തലയിൽ എന്തോ ഒരു മുറിവുണ്ട്, ഒരു കെട്ടും കെട്ടിയിട്ടുണ്ട്. ഓക്കെ, സാഹിലിനെ പരീക്ഷാനോ സേ ഹുയി പൂച്ച. ഇത് കണ്ട് ആദ്യം ബേജാറായത് അവൻ്റെ ഒറ്റ സുഹൃത്തുണ്ടല്ലോ സാഹിലിന്. ഇവിടെ പരീക്ഷാനോക്കർ പൂച്ച, ഈ ക്യാ ഹോ ഗയാ ബേല, എന്താ പറ്റിയത് നിനക്ക്? അപ്പോൾ അവൾ സിമ്പിളായിട്ട് പറഞ്ഞു, ഛത് സെ ഗിർ ഗയി. ബേലാനെ ഹസ്തേ ഹുവേ കഹാ. മക്കളെ, ഹസ്ന ചിരിക്കുക, ഓപ്പോസിറ്റ് റോന. ഹസ്ന ചിരിക്കുക, റോന കരയുക. എല്ലാം മാഷ് ബോർഡുമ്പോൾ എഴുതുന്നില്ല കേട്ടോ. ഓക്കെ, ഹസ്ന ചിരിക്കുക നോർമൽ വാക്കാണ്, റോന കരയുക. ഓക്കെ, ബേലാനെ ഹസ്തേ ഹുവേ കഹാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഛത് സെ ഗിർ ഗയി, ഞാൻ മേൽക്കൂരയിൽ നിന്ന് താഴെ വീണതെന്ന്. बहुत दिन हो गए, आज हम खेल गंडी में गांधी चौक में लंगड़ी टांगे खेलेंगे. അവൾ പറഞ്ഞു, ഞാനൊന്ന് താഴെ വീണതാണ്, അങ്ങനെ പൊട്ടിയതാ തലയ്ക്ക്, കുഴപ്പമൊന്നുമില്ല. ഓർ ആജ് ഹം, എത്ര ദിവസമായി കളിച്ചിട്ട്, बहुत दिन हो गए खेलते हुए, എത്ര ദിവസം നമ്മൾ കളിച്ചിട്ട്. ആജ് ഖേൽ ഗണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലംഗടി ടാങ്കെ ഖേലെങ്കെ. ഇന്ന് നമുക്ക് എന്തായാലും ഗാന്ധി ചൗക്ക് പോയിട്ട്,
ചൗക്ക് എന്ന് പറഞ്ഞാൽ ചൗരായി സ്ക്വയർ എന്നൊക്കെ പറയാം മക്കളെ നമുക്ക്. അപ്പോൾ ഗാന്ധി ചൗക്ക് പോയിട്ട്, അല്ലെങ്കിൽ ഗാന്ധി പാർക്ക് എന്ന് വേണേൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഗാന്ധി പാർക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലങ്കടിയിട്ടാണെങ്കിൽ കളില്ലേ, കൊക്കന്തുള്ളി കളിക്കില്ലേ കുട്ടികൾ, അതാണ് കളി. അപ്പോൾ പറഞ്ഞ് നമുക്ക് എത്ര ദിവസമായി കളിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് കളിക്കണ്ടേ? നെയ് കേലെങ്കിൽ തേരെ സിർമേ ഫിർ ലഗ് ജായെഗി തോ, കളിക്കണ്ട, നിൻ്റെ തലയ്ക്ക് വീണ്ടും മുറിവേറ്റാലോ. ആരായിരിക്കും മക്കളെ പറഞ്ഞിട്ടുണ്ടാവുക? സാഹിലിനെ കഹാ ഹോഗ. തീർച്ചയായിട്ടും സാഹിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ കളിക്കാനൊന്നും പോകണ്ട, നിന്റെ തലയ്ക്ക് വീണ്ടും മുറിഞ്ഞാലോ. അപ്പോൾ അവൾ പറയാ നെയ് ഖേലേഗി, അല്ല കളിക്കണം. ബേല ജിദ് കിയ. ജിദ് കിയ അർത്ഥം മക്കളെ ഷാഠ്യം പിടിക്കുക. ജിദ് കാരണം ഷാഠ്യം പിടിക്കുക. അങ്ങനെ അവൾ ഷാഠ്യം പിടിച്ചു, അല്ല കളിക്കണം, പോണം എന്തായാലും. ഓർ വേ ഹമേശാക്കി തര. അങ്ങനെ ഈ മക്കൾ എന്ത് ചെയ്തു? എല്ലാ കുട്ടികളും, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടി ഹമേശാക്കി തര, എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ, എല്ലായ്പ്പോഴും, ഹമേശ ഓർത്ത മക്കൾ ഓൾവേസ്, എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ എന്ത് ചെയ്തു? ഗാന്ധി ചൗക്കി ബാലുമേ, ഗാന്ധി ചൗക്കി ബാലുമേ, ഗാന്ധി പ്രതിമയുള്ള ഗാന്ധി പാർക്കിൻ്റെ, ഗാന്ധി ചൗരാഹയുടെ ബാലുമേ. ബാലു അർത്ഥം മക്കളെ മണൽ. ബാലു അർത്ഥം മണൽ. ബാലു അർത്ഥം മണൽ, സാൻഡ്, സാൻഡ്, മണൽ. ഇതിന് കൂടുതൽ ഭാഷ കാര്യം പറയും. മിട്ടി എന്ന് പറയുന്ന അർത്ഥം മക്കളെ മണ്ണാണ്. മിട്ടി എന്ന് പറഞ്ഞാൽ സോയിൽ, മണ്ണ് കേട്ടോ. ബാലു എന്ന് പറയുന്നത് എന്താ? മണൽ. നമ്മൾ ചുമര് തേക്കാനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, കെട്ടിടങ്ങൾ കെട്ടാനൊക്കെ, അതിനാണ് മണൽ കേട്ടോ. പൂഴി, സാധാരണ ഭാഷയിൽ നമ്മൾ പൂഴി എന്ന് പറയും. ഓക്കെ. അപ്പം ആ ഗാന്ധി ചൗക്കിലെ പൂഴിയിൽ എന്ത് ചെയ്യാൻ? പൂരി ഖേൽ ഗണ്ടി, മുഴുവൻ പിടി പിരീഡും ഏകദേശം 1 മണിക്കൂർ കുട്ടികൾ എന്ത് ചെയ്തു? ലങ്കടി ടാങ്കെ ഖേലെ, കൊക്കന്തുള്ളി കളിച്ചു. എത്ര ദിവസമായി ഇവിടെ വന്ന് കളിച്ചിട്ട്? അവൾ ഷാഠ്യം പിടിച്ചു, ജിद करने लगी और सारे बच्चे क्लास के कक्षा में जितने भी बच्चे थे सारे बच्चे एक बार और वहाँ पर चले गए और लंगड़ी टांगे खेलने लगी. 1 घंटी पूरी खेल गंडी पूरी. അവരുടെ പിടി പീരീഡ് മുഴുവൻ ഒരാൾ മസ്തായിട്ട് കളിച്ചു, സന്തോഷമായിട്ട് കളിച്ചു. ഇൻ ബച്ചോं को, ഈ മക്കളെ अपने चारों ओर खेलते देखकर, ഈ കൊച്ചു കുട്ടികളൊക്കെ വന്ന് തൻ്റെ ചുറ്റുപാട് ഓടി തുള്ളി ചാടി കളിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിജിക്ക് മൂർത്തി, അവിടെ ഗാന്ധിജിയുടെ പ്രതിമയുണ്ട്, നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയുണ്ട്. ആ ഗാന്ധിജിയുടെ മൂർത്തി അർത്ഥം മക്കളെ പ്രതിമ, മൂർത്തി പ്രതിമയാണ്. ഓക്കെ. മൂർത്തി ഐസേ ദിഖായി പടുത്തി. എങ്ങനെയാ അപ്പം കാണുന്നത് ആ പ്രതിമയെ? കുച്ച് സമയ സെ കുച്ച് അധിക മുസ്കുരാ രഹേ ഹോ. മുസ്കുരാനാർത്ഥം മക്കളെ പുഞ്ചിരിക്കുക, ഹസ്നാർത്ഥം ചിരിക്കുക, മുസ്കുരാന പുഞ്ചിരിക്കുക, ഡഹാക്കർ മാർക്കർ ഹസ്ന അട്ടഹസിക്കുക. മൂന്ന് ടൈപ്പായിട്ട് എടുക്കണം മക്കൾ. മുസ്കുരാന പുഞ്ചിരിക്കുക, ഒന്നായിട്ട് വെളിച്ചത്തിട്ടുള്ള ചിരിയല്ല, ചെറിയൊരു പുഞ്ചിരി. ഹസ്ന ചിരിക്കുക, നമ്മൾ സാധാരണ ചിരിക്കുന്ന പോലെ ചിരിക്കുക. ഡഹാക്ക മാർക്കർ ഹസ്ന ഭയങ്കര അതിഭയങ്കരമായി ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഗാന്ധിജിയുടെ മൂർത്തി ഐസേ ദിഖായി ദേ രഹി ഹേ. ഇപ്പം ഗാന്ധിജിയുടെ പ്രതിമയെ നോക്കും, നമുക്ക് തോന്നുന്നു ഗാന്ധിജി की മൂർത്തി कुछ अधिक मुस्कुरा रहे हो. Normally we can see the smiling face of Gandhiji everywhere. എല്ലാ സ്ഥലത്തും ഗാന്ധിജിയുടെ ചിരിക്കുന്ന നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പം ആ പുഞ്ചിരി എന്തായി? ഒന്നും കൂടെ ഭയങ്കര സന്തോഷത്തിൽ പുഞ്ചിരിക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നുന്നു. കാരണം എന്താ? बहुत दिन के बाद ये छोटे छोटे बच्चे अपनी मूर्ति की चारों तरफ खेल रहे हैं. वेकेशन था, दीपावली की छुट्टियां थी, छुट्टियां खत्म होने के बाद बच्चे आए हैं. काफ़ी दिन सुनसान पड़ा था, कोई बच्चे खेलते नहीं थे. अब सारे बच्चे आकर बच्चों को खेलते हुए देखकर गांधी जी की मूर्ति और मुस्कुरा रहे हैं. ഒന്നും കൂടെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ആ ഒരു ഭാഗവും കഴിയുന്നു. കഥ എങ്ങനെ വരികയാണ് മക്കളെ? മനസ്സിൽ ശരിക്കും ആ സന്ദർഭങ്ങൾ കോട്ട് ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന സമയത്ത് മാഷ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ. അധികം അങ്ങനെ ചവച്ചരയ്ക്കുന്നില്ല. അങ്ങനെ രവിവാർ കാ ദിൻ था. അങ്ങനെ ക്ലാസ്സൊക്കെ നടന്നുപോയി, എല്ലാം കഴിഞ്ഞു. ഒരു ദിവസം രവിവാർ അർത്ഥം മക്കളെ രവി, സൂര്യൻ, സൺ. രവിവാർ സൺഡേ. രവിവാറിന് വേറൊരു വാക്കും കൂടി ഉണ്ട് മക്കളെ, ഇത്വാർ എന്നും പറയും കേട്ടോ. സൺഡേക്ക് മറ്റൊരു വാക്ക് എന്താണ്? ഇത്വാർ. ഞായറാഴ്ച. ഇത്വാർ എന്നും പറയും, രവിവാർ എന്നും പറയും കേട്ടോ. അപ്പോൾ ഇത്വാർ കാ ദിൻ था, സൺഡേ ആയിരുന്നു. അപ്പം സൺഡേ എന്ന് പറഞ്ഞാൽ ഹോളിഡേ ആണ്, കുട്ടികൾക്ക് സ്കൂളില്ല. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. സാഹിൽ അവൻ്റെ വീട്ടിൽ
നീം എന്ന് പറഞ്ഞ അർത്ഥം മക്കളെ വേപ്പ്. വേപ്പിൻ്റെ മരത്തിന് ഡാലി, ഡാലി മീൻസ് ബ്രാഞ്ചസ്. അതിൻ്റെ ഒരു ശാഖ പിടിച്ചിങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ ആടുകയാണ്. വഹയ്ക്ക് സ്റ്റൂൾ പർ ചടുക്കർ ഝൂൽത്താത്ത, അവൻ എന്താ ചെയ്യുക, ആദ്യം അതിൻ്റെ മുകളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പിടിക്കുക. അങ്ങനെ സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ആടാറാണ് സാധാരണ ചെയ്യാറ്. അന്ന് എന്ത് പറ്റി, അച്ചാനക്, അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായി എന്ത് മോളെ, ടൂട്ടേ സ്റ്റൂള് പൊട്ടി. ഇക്ക് കീൽ, അതിൻ്റെ ഒരു ആണി, കീലർത്ഥം മക്കളെ ആണി, കീൽ നൈൽസ്, ആണി, കീൽ. ആണി, അതിൻ്റെ ആണി എന്ത് ചെയ്തു മക്കളെ ശ്രദ്ധിക്കോളൂ. സാഹിൽക്ക് പിണ്ടലി മെല്ലഗൈ. പിണ്ടലി എന്ന് പറഞ്ഞ അർത്ഥം നമ്മളെ കാലിൻ്റെ താഴത്തുള്ള മസിൽ, ഇനി മുട്ടിന് താഴെയുള്ള പിൻഭാഗത്തുള്ള മസിൽസ് ഭാഗത്തിനാണ് നമുക്ക് പിണ്ടലി എന്ന് പറയും കേട്ടോ. മുൻഭാഗമല്ലേ മക്കളെ, പിൻഭാഗത്ത് മസിലിൻ്റെ ആ ഭാഗത്ത് പിണ്ടലി മെല്ലഗൈ. അങ്ങനെ സ്റ്റൂള് പൊട്ടി അതിൻ്റെ വലിയൊരാണി അവൻ്റെ കാലിൻ്റെ പിൻഭാഗത്ത് തുളച്ച് കയറി മസിലിൻ്റെ ഭാഗത്ത്. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ. 1 ഇഞ്ച് നീളമുള്ള ഗഡ്ഡ അർത്ഥം നമ്മളെ കുഴി, 1 ഇഞ്ച് നീളത്തിൽ ആണി തുളച്ച് കയറി കാലിൻ്റെ പിൻഭാഗത്ത് മസിലിൽ കയറി. അങ്ങനെ ഉസേ സർക്കാരി अस्पताल में പട്ടി ബന്ധവാനെ के लिए जाया गया. നോർമലി കുട്ടിയൊക്കെ മുറിവ് പറ്റിയാൽ എന്ത് ചെയ്യും, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. സർക്കാരി अस्पताल മക്കളെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അങ്ങനെ കുട്ടിയെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഉസ്നെ ദേഖാ 2 ലോഗോं को छोड़कर आगे बेला खड़ी है. നമ്മൾ സർക്കാർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്താ, നമ്മൾ റിസീവ് ചെയ്യാൻ ആളിങ്ങനെ കടന്നു വരൂ എന്തിനാ വന്ന് ഒന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലൈനിൽ നിൽക്കണം. OP ഷീറ്റ് എടുക്കാനായാലും ശരി, മരുന്ന് വാങ്ങാനായാലും ശരി, നമ്മൾ ഒരു ക്യൂവിൽ നിൽക്കണം. അങ്ങനെ നമ്മളെ സാഹിലും പോയി ക്യൂവിൽ നിന്നു. ക്യൂ നിന്ന സമയത്ത് ഏക് ആദ്മിക്കോ ചോടുക്കാർ, അവൻ്റെ മുന്നിൽ ഒരാളുണ്ട്, അയാളെ വിട്ടിട്ട് മൂന്നാമതൊരാളായിട്ട് ആരുണ്ട്, ബേല ഖടീത്തി, തൊട്ട മുന്നിലല്ല അതിൻ്റെ മുന്നിലായിട്ട് ബേല ഇടുകൾ നിൽക്കുന്നു. സിർമേം പട്ടി ബന്ധുവാനി ആയെത്തി, നേരത്തെ പറഞ്ഞല്ലോ ആ കെട്ട്, അത് വീണ്ടും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവൾ. സ്കൂൾ ആത്തേ ജാത്തേ. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ 2 പേർക്കും മുറിവ് പറ്റിയ, ഇനി നോക്കിക്കോളെ. സ്കൂൾ ആത്തേ ജാത്തേ ഹുവേ. ഇപ്പോഴത്തെ സ്ഥിതി എന്താ, ഈ സ്കൂളിൽ ആത്തേ ഹുവേ ജാത്തേ ഹുവേ, സ്കൂളിലേക്ക് വരുമ്പോഴും സ്കൂളിൽ നിന്ന് പോകുമ്പോഴും, കക്ഷാമേ ക്ലാസ്സിലും, കൈ ദിനോ തക് എത്രയോ ദിവസങ്ങളായി, 2 ഐസേ ബച്ചേ ദിഖായി ദേ രഹേ ഥേ, അങ്ങനെയുള്ള 2 കുട്ടികളെ ഇപ്പോൾ കാണാം. എപ്പോഴാണ് മക്കൾ, സ്കൂളിൽ വരുന്ന സമയത്തും സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്തും ക്ലാസ്സിലിരിക്കുന്ന സമയത്തും കളിക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെയുള്ള 2 കുട്ടികളെ കാണാം. എങ്ങനെയുള്ള, ഏക്കെ സിർമേം പട്ടി ബാന്തി ഹോത്തിയെ, ഒരാളുടെ തലയിലൊരു കെട്ട്, ഏക്കെ പിണ്ടലിമേ, ഒരാളുടെ കാലിനും കെട്ട്. ഇപ്പം നല്ല രസമാണ് 2 ആളെയും കാണാൻ. 2 ആൾക്കും മുറിവേറ്റിട്ടുണ്ട്, 2 ആൾക്കും കെട്ടുണ്ട്, ഒരാൾക്ക് തലയ്ക്കാണ്, ഒരാൾ കാലിലാണ്. എപ്പട്ട പോയാലും നോക്കിക്കോളെ. സഫേദ് പട്ടി വാലയെ ദോനോ, ഈ വെള്ളക്കെട്ട് കെട്ടിയ 2 കുട്ടികളും, വെള്ള ബാൻഡേജ് ചെയ്ത് കെട്ടിയ 2 കുട്ടികളും, കഹീം പർ ബി സാത്തി ദിഖായ് ദേത്തെ, എല്ലാ സ്ഥലത്തും ഒന്നിച്ചാണ് ഇവരെ കാണുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് വേറെ ഗോൾ, എവിടെ അവർ പോകുന്നോ അവരൊന്നിച്ചേ പോകുള്ളൂ. स्कूल में भी दोनों साथ साथ आते थे, कक्षा में दोनों साथ बैठते थे, स्कूल छूटने के बाद दोनों बच्चे साथ अपने घर चले जाते थे, दोनों साथ में खेलते थे, दोनों एक ही किताब पढ़ते थे. എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ്. ഇപ്പം അവരെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമായി 2 പേർക്കും കെട്ടുണ്ട്, ഒരാൾ തലയിൽ കെട്ടിയ ആൾ, ഒരാൾ കാലിൽ കെട്ടിയ ആൾ. ഇവർ 2 പേര് ഏത് സമയത്തും ഇങ്ങനെ കാണാം. ഇതാണ് മക്കളെ അവസ്ഥ. ഇനി അടുത്ത ഒരു അരമണിക്കൂർ ക്ലാസ്സോടുകൂടി അടുത്ത പീരീഡ് മാഷ് ഈ പാഠം നമ്മൾ അവസാനിക്കും. അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മക്കളൊരു കഥ പോലെ, വേറെ ഒന്നും ചെയ്യണ്ട, പഠിക്കാനൊന്നുമില്ല ഇതിൽ. ഒരു കഥ എങ്ങനെയാണോ കേട്ടിട്ട് നമ്മളെ മനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്, അതുപോലെ എല്ലാ സന്ദർഭങ്ങളും മക്കളെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം സന്ദർഭങ്ങളനുസരിച്ച് സൈഡിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഈ തീരും. ആ തീരുന്നതോട് കൂടി ക്വസ്റ്റ്യൻ നമ്മൾ റിവൈസ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഷ് അടുത്ത ക്ലാസ്സിൽ ഫോൺ നമ്പർ തരാം.
സമയവും തരാം എപ്പോഴാണ് വിളിക്കേണ്ടതെന്നുള്ളത് നമുക്കത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. നന്നായിട്ട് വായിച്ച് നോക്കുക. മാഷ് പറഞ്ഞ പോലെ ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ടെങ്കിൽ എഴുതി നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും അടുത്ത ക്ലാസ്സിൽ മാഷ് നമ്പർ തരും, ആ ക്ലാസ്സിൽ സമയവും തരും. ആ സമയത്ത് വിളിക്കുക, മാഷോട് നേരിട്ട് നമുക്ക് അന്വേഷിക്കാം. ഓക്കെ, അപ്പം ക്ലാസ് വളരെയധികം ശ്രദ്ധിക്കുക. ബുക്കിൻ്റെ കാര്യം ബുക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ എൻ്റെ മുന്നില്ലാത്തത് കൊണ്ട് ഒന്നും നമുക്ക് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ, നമുക്കൊന്നും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. എന്തായാലും ശരി, പിന്നെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് എന്തെങ്കിലും മക്കൾ സംഘടിപ്പിക്കുക കേട്ടോ. ബുക്കില്ലാതെയുള്ള പഠനം, ലാംഗ്വേജ് പ്രത്യേകിച്ച് സബ്ജക്റ്റ് വേണമെന്നില്ല, ലാംഗ്വേജിന് ബുക്ക് നിർബന്ധമാണ്. ഓക്കെ, മാഷ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത പീരീഡ് മാഷ് ഇത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്.